പുറത്ത് കയറിയിരിക്കുകയാണ്. എന്റെ ചേച്ചി ഞാനൊരു കാര്യം പറയാം. നമ്മളെ തൊഴിലുറപ്പിൽ നിന്ന് ലോൺ എടുത്താണ് 5 സംരംഭങ്ങൾ നമ്മൾ ഇതിനു മുന്നേ തുടങ്ങി. ഈ കൈകൊട്ടി കളിയെങ്കിലും നമ്മളൊന്ന് വിജയിപ്പിച്ചെടുക്കണേ ചേച്ചി. ഇതിനു മുമ്പ് ആര് പൊളിച്ചത്? ഞാനെന്തോ ചെയ്ത് ഈ കേൾക്കണം, നാട്ടുകാർ മൊത്തത്തിൽ കേൾക്കണം. നമ്മുടെ ആദ്യത്തെ സംരംഭം ഉണ്ണിയപ്പ കച്ചവടം ഇരുന്നു. ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയ സമയത്ത് ഇവിടെ ഇരുന്നത് വെറും റൂളി പെൻസിൽ കണക്ക്. ഒരാഴ്ച കഴിച്ചപ്പോ കറക്റ്റ് നെയ്യപ്പം പോലെ ആയി. ദൈവമേ, ഇപ്പൊ പരാജയമൊന്നും എനിക്കല്ലേ. ഞാൻ ഉള്ളത് സത്യം ഞാൻ പറയാം. ഈ ഉണ്ണിയപ്പത്തിന്റെ മാവ് കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. അതിൽ മധുരം ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയേ ഉള്ളൂ. സാധാരണ മധുരം ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. അങ്ങനെ നീ നോക്കിയത് അങ്ങനെയല്ലേ, അണ്ടാവിനകത്ത് കിടന്ന് നിരങ്ങായിരുന്നു നീ. ഉണ്ണിയപ്പത്തിന്റെ കേസ് അങ്ങ് വിട്. ഇവളുമാരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ശിങ്കാരി മേളം തുടങ്ങി. അതാര് പൊളിച്ചത്? അവളെന്തോ ചെയ്ത്? എന്തോ ചെയ്യുന്ന ഇവളുമാരെല്ലാം കൂടെ കൊണ്ട് ഞാനൊരു ഉത്സവപ്പറമ്പിൽ പോയി ശിങ്കാരി മേളത്തിന്. അവിടെ ഇതേപോലെ കുറെ സുന്ദര കുട്ടപ്പന്മാരെ കണ്ടപ്പം ഇവള് മേളം അങ്ങ് മറന്ന് ഉള്ളി ശിങ്കാരം മാത്രം. ചേച്ചി എന്റെ ശൃംഗാരം കാണാൻ തന്നെ നല്ല മേളമല്ലേ ചേച്ചി? പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. ശിങ്കാരി മേളവും എല്ലാം വിട്. ഇനി നമ്മളെ കൈകൊട്ടിക്കളി, അതാണ് നമ്മളെ മെയിൻ. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ഒരാള് വരുന്നുണ്ട്. ഏതെങ്കിലും മുറുക്കാൻ കേസ് കിളവികളായിരിക്കും. അങ്ങനെയായിരിക്കും നിന്റെയൊക്കെ ധാരണ. എന്നാലല്ല, നമ്മളെ കൈകൊട്ടിക്കളി പഠിപ്പിക്കാൻ വരുന്നത് ഒരു പുരുഷനാണ്. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. പുരുഷന്മാര് വേണ്ടേ? പുരുഷന്മാരെ വേണ്ട. അതെന്തടി? പുരുഷന്മാരില്ലാത്തോണ്ടാണ് എന്നെ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ പോലെയല്ലേ ഞാൻ. കാരണം എനിക്ക് ഇത്തിരി ക്യൂടെക്സ് കൂടുതൽ തന്നെ. എന്തോ ചേച്ചി? ക്യൂടെക്സ് വാരി വിതരണം ഞാൻ. അയ്യോ, ക്യൂട്ട്നെസ് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ ചേച്ചി? ഞാനൊരു കാര്യം എടി ഇങ്ങോട്ട് വന്നാണ്. ഇടി നിന്റെ അനിയത്തിന്റെ ഭർത്താവില്ലേ ദേവി, അവരെ ഇപ്പൊ കാണാല്ല. അവ എവിടെ ഇടി? സംഭവം ഒന്നും അറിയില്ലേ? ഇടി ചേച്ചി എവിടെ രാവിലെ അണ്ടി ഓഫീസിൽ അങ്ങ് പോകും. എപ്പോ മൊബൈൽ എടുത്ത് കണ്ട പെണ്ണുങ്ങൾ മൊത്തവും ഫോൺ വിളി ചേച്ചി. രാത്രി വിളി, പകൽ വിളി, കൊടുക്കുമ്പോൾ വിളി, ചോറും വിളി, വിളിയോട് വിളി വിളി വിളി. അവസാനം ഞാനും എന്റെ അനിയത്തിയും കൂടി ഒരു തീരുമാനം അങ്ങോട്ട് എടുത്ത് എന്താന്ന് ഒരു പാസ്പോർട്ടും വിസയും റെഡിയാക്കി അവനെ നേരെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ട്. ഇനി അവ എങ്ങനെ കണ്ട പെണ്ണുങ്ങളെ ഫോൺ ചെയ്യും? കൊള്ളാം. ഉഴുന്നവിടെ നിന്നോണ്ടിരുന്നവന് ഇവിടെ ബിരിയാണി മാറ്റി കൊടുത്തേക്കണം. അതല്ല, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ആശാൻ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ മര്യാദ ചെയ്യണം. രണ്ടാമത്തെ ഞാൻ കൊടുക്കും. എന്തോന്നു? ആദ്യത്തെ മര്യാദ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അതല്ലല്ലോ, നമ്മളെ ആരും ഒക്കെ കൊടുക്കണ്ടേ? അതാണ്. വീണ്ടും പറഞ്ഞ തൃപ്പൂണിത്തറ മാമനെ അതെ, സ്കോച്ച് അല്ലേ? അതല്ലെന്ന്, നമ്മളെ ഈ കൈകൊട്ടി കളി പഠിപ്പിക്കാൻ വന്ന സ്കോച്ച് അല്ലേ? ഞാനേ ആദ്യമായിട്ട് ഒരു സ്കോച്ചിനെ ഇത്ര അടുത്ത് കാണുന്ന. ഞാനിന്ന് തൊട്ടോട്ടാ. സാധാരണ എന്നെ കാണുന്ന ഒരു ഓടി വന്ന് കെട്ടിപ്പിടിക്കാം. ഇവരെ പിടച്ചടിച്ചൊന്നും കയറാത്ത പൂട്ടാൻ കൂടെ വിവരമല്ല. ആടി പിടച്ചു വന്ന് കയറാൻ കേട്ടാ. അവൾ അമേരിക്ക പോ റെഡിയാ നിൽക്കല്ലേ, എങ്ങനെ കളിക്കും? ആശാന്റെ ചിട്ടവട്ടങ്ങളൊക്കെ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എവിടെ സെറ്റ് ചെയ്തേക്കണം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എവിടെ സെറ്റ് ചെയ്തേക്കണം. പെട്ടെന്ന് പറയണം പ്ലീസ്. ചേച്ചി സമയമില്ല, പെട്ടെന്ന് പറഞ്ഞേ. ചേച്ചി ഇനി എന്താണ് പറഞ്ഞിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ? ചേച്ചി ഫുഡ് എന്ന് പറഞ്ഞ ആഹാരം, അതെനിക്ക് മനസ്സിലായി. ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ എന്തോന്ന് ചേച്ചി? എടി, ഫുഡ് എന്ന് പറഞ്ഞ ആഹാരം തന്നെ. അപ്പൊ അക്കോമഡേഷൻ എന്ന് പറയുമ്പോ അതിലൊഴിക്കണ കറി. അതല്ല ചേച്ചി, എന്റെ സംശയേ നമ്മുടെ സുന്ദരികളായ 3 പെണ്ണുങ്ങള് ഇനി വേറെ എന്തെങ്കിലും ദുരുദ്ദേശമാണോ ചേച്ചി? മര്യാദയോടെ പറഞ്ഞേ. കണ്ട പെണ്ണുങ്ങൾ എന്തോടാ പറഞ്ഞത്? അന്യ ദേശത്ത് വന്നോണ്ട് നമ്മള് മിണ്ടില്ല. പറഞ്ഞേട്ടാ അക്കോമഡേഷൻ ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ നമ്മളെ മുഖത്തൊക്കെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഫുഡിന്റെ കാര്യം ഇവിടെ അക്കോമഡേഷൻ. അത് നമ്മളെ ഭർത്താക്കന്മാര് ജോലിക്കും പണി കഴിഞ്ഞ് വീട്ടിൽ വരും, ചോറ് തിന്നും, കുളിക്കും, കിടന്നുറങ്ങും. നിനക്ക് അങ്ങനെ കണ്ടപ്പോ തോന്നിയേടാ നമ്മുടെ അക്കോമഡേഷൻ ആണെന്ന്? മാപ്പിളെല്ലാം കൂടെ കടത്തണ്ടല്ലാണ് പോയി കിടക്കണത്. മനസ്സിലായില്ല. എനിക്ക് ഇത്തിരി ആഹാരം കിടക്കാൻ ഒരു സ്ഥലം കൂടെ വേണമെന്നാണ് പറഞ്ഞത്. അതെ, മൈ മിച്ചേക്ക്. മിച്ചാക്ക്
ഓക്കെ, വിദ്യാഭ്യാസം അല്പം കുറവാണ് മാഷെ. ഇല്ല, എനിക്ക് അപ്പോഴേ തോന്നി. അപ്പം പഠിപ്പിക്കുന്നവരെ മാഷിന് കിടക്കണം അല്ലേ? പിന്നെ എനിക്ക് റിസൾട്ട് എടുക്കണ്ടേ? മാഷിന് എത്ര കാലം വേണോ എന്റെ വീട്ടിൽ കിടക്കാം. കുഴപ്പമില്ലടേ, ഞാൻ ആലിന്റെ മുട്ടിലായാലും കിടന്നോളാം. ആലിന്റെ മുട്ടില എന്റെ പൊന്നു മാഷ, ആലിന്റെ മുട്ടിലൊന്നും രാത്രി പോയി കിടക്കല്ലേ, വല്ല യക്ഷിയ പ്രേതവും നിങ്ങളെ പിടിച്ചോണ്ട് പോവൂലേ? ഈ മുതുക്ക് അറവല പിടിക്കുന്ന കട്ടി വല്ല യക്ഷിവല്ല പിടിക്കണ്ടേ?